ഹായ് ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും BBRൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. PSC ഈ അടുത്ത കാലത്തായിട്ട് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഇതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏതാണ്? MKSSF വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, സ്വത്തവകാശം നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്, എല്ലാം ശരിയാണെന്ന്. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ ഒന്ന് നോക്കാം. MKSSF വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. MKSSFൻ്റെ പൂർണ്ണ രൂപം എന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്നാണ് MKSSFൻ്റെ പൂർണ്ണ രൂപം. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അരുണ റോയ് ആണ് MKSSF എന്ന പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണിത്. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകളും കൂടി നോക്കാം. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജാനുവരി 15-നാണ്. അതുപോലെ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12-നുമാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സ്വത്തവകാശം നിയമപരമായ അവകാശം എന്ന് കൊടുത്തിട്ടുണ്ട്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണല്ലോ അല്ലേ? നേരത്തെ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. 1976-ലെ 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം നിയമപരമായ അവകാശമായിട്ട് മാറുന്നത്. അടുത്ത പോയിന്റ്, ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ പ്രസ്താവനയും ശരിയാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം തന്നെയാണ്. ആർട്ടിക്കിൾ 18-ലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. സർ, റാവു, ബഹദൂർ എന്നിങ്ങനെയുള്ള ബഹുമതികളൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പ്രകാരം നിർത്തലാക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗം 4Aയിൽ എന്താണ് പറയുന്നത്? മൗലിക കടമകളെപ്പറ്റി തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ നോക്കിയ എല്ലാ പ്രസ്താവനകളും എന്താണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകളുണ്ട്. അവർ ആരെല്ലാമാണെന്നാണ് ചോദ്യം. അത് ആരൊക്കെയാണ്? സുഷമ സിംഗും ദീപക് സന്ധുവുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായിട്ടുള്ള 2 വനിതകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതും ഒരു പ്രസ്താവന ചോദ്യമാണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ശരിയായതാണോ ശരിയല്ലാത്തവയാണെന്ന് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പ്രസ്താവന എന്താണ്? ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ആദ്യമായി ആലപിച്ചത് സർലാദേവി ചൗധരാണിയാണ്. 26 ജാനുവരി 1950-ലാണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന് കൊടുത്തിട്ടുണ്ട്. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചത് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രസ്ഥാനങ്ങളാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം എന്ന് പറയുന്നു. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം? അല്ല, ഭാരത് വിധാത എന്നായിരുന്നു ആദ്യകാല നാമം. നെക്സ്റ്റ്, ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. ശരിയാണ്, ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. അടുത്തത്, 26 ജാനുവരി 1950-ലാണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന് പറയുന്നുണ്ട്. 26-ലാണോ? അല്ല, 24 ജാനുവരി 1950-ലാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. ഈ പ്രസ്താവനയും തെറ്റാണ്. അടുത്തത്, മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചത് എന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ? ഈ പ്രസ്താവനയും എന്താണ്? തെറ്റാണ്. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലല്ല, BN ധർ അധ്യക്ഷനായിട്ടുള്ള 1911-ലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയ ഗാനം ആലപിക്കുന്നത്. ആലപിക്കുന്നത് ആരാണ്? സരളാദേവി ചൗധരാണിയാണ് ആദ്യമായി ദേശീയ ഗാനം ആലപിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കുറച്ച് നോക്കാം.
ദേശീയഗാനം ആലപിക്കാൻ വേണ്ട കൂടിയ സമയം എത്രയാണ്? 52 സെക്കൻഡാണ് ദേശീയഗാനം ആലപിക്കാൻ വേണ്ട കൂടിയ സമയം. എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 20 സെക്കൻഡാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ആദ്യമായി ആലപിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, സർല ദേവി ചൗധരാണിയാണ്. 1911 കൽക്കത്ത സമ്മേളനത്തിൽ BN ഥർ ആയിരുന്നു അധ്യക്ഷൻ. ആ സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയഗാനം ആലപിക്കുന്നത്. ആദ്യകാല നാമം എന്തായിരുന്നു? ഭാരത് വിധാത എന്നായിരുന്നു ഓൾഡ് നാമം. ഭാഗ്യ വിധാത എന്നല്ല, ഭാരത് വിധാത എന്നായിരുന്നു ആദ്യകാല നാമം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഞാൻ എക്സ്ട്രാ പോയിന്റുകൾ പറയുന്നതൊന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ PDF ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ നോക്കാം. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, താഴെ പച്ച നിറം. നെക്സ്റ്റ് പോയിന്റ്, 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. നെക്സ്റ്റ്, നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400. നെക്സ്റ്റ്, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. ഫസ്റ്റ്, തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്താവന എന്താണ്? ഇത് ശരിയാണല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം നിറങ്ങളൊക്കെ. ഓക്കെ. നെക്സ്റ്റ്, 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്താവന ശരിയാണോ? ഇതും ശരിയാണല്ലേ? നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ്താവന ശരിയാണോ? ഇത് ശരിയല്ല. നെക്സ്റ്റ്, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിലെ ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ഉയർന്ന അളവെന്ന് പറയുന്നത് 6300 mm × 4200 mm ആണ് ദേശീയ പതാകയുടെ ഏറ്റവും ഉയർന്ന അളവ്. എന്നാൽ ഏറ്റവും ചെറിയ അളവ് ഏതാണെന്ന് ചോദിച്ചാൽ 150 mm × 100 mm ആണ്. അതുപോലെ വിമാനം, കാറ്, VIP-കളൊക്കെ സഞ്ചരിക്കുന്ന വിമാനം, കാറിലൊക്കെ ദേശീയ പതാകയുണ്ട്. അതിൻ്റെ അളവൊന്ന് നോക്കാം. വിമാനത്തിലെ അളവ് പറയുവാണെങ്കിൽ 450 mm × 300 mm ആണ്. അതുപോലെ കാറിലെ അളവ് ചോദിച്ചാൽ 225 mm × 150 mm ആണ്. ഇപ്പം ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനത്തിന് എന്താണ് പറയുന്നത്? സ്റ്റഡി ഓഫ് ഫ്ലാഗിന് പറയുന്നതാണ് വെക്സിലോളജി എന്നാണ് ഫ്ലാഗുകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. നമ്മുടെ ഇന്ത്യൻ പതാകയുമായിട്ട് ഏറ്റവും സാമ്യമുള്ള പതാക ഏത് രാജ്യത്തെയാണെന്നറിയോ? അത് നൈജറിലാണ്. നൈജർ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അതുപോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട് 2002 ന്യൂ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 2002 ജനുവരി 26 നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ നവീൻ ജിണ്ടാലാണ് ന്യൂ ഫ്ലാഗ് കോഡിൻ്റെ ഉപജ്ഞാതാവ്. ഏറ്റവും ഉയരത്തിലുള്ള ഫ്ലാഗ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമോ? അത് ബെൽഗാമിലെയാണ്. ബെൽഗാം എവിടെയാണ്? കർണാടകയിലാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്ന വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയും. അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്ന ആരാണ്? അത് പ്രസിഡൻ്റാണ്. റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യക്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്.
ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരി? നിലവിൽ വന്നത് 12 ഒക്ടോബർ 1993 അത് നമുക്കറിയാം. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണോ? അല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ല. നെക്സ്റ്റ് പോയിന്റ്, ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് തന്നെയാണ്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിയല്ലാത്തവയാണോ ശരിയായവയാണോ എന്നൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്രസ്താവനകളൊക്കെ ഒന്ന് നോക്കാം. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്നാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണോ? അല്ല. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങളിൽ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. അത് ശരിയാണ്. 21A വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം, അതും ശരിയാണല്ലേ? അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ്.